എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്കെന്നും വിലമതിക്കാനാവാത്തതാണ്. ഇന്ന് നമുക്ക് കർക്കിടകൻ രാശിയുടെ ഒരു പൊതുവായി ഗുരു 2025 എങ്ങനെ എഫക്റ്റ് ആകും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, ഏറ്റവും നല്ല ഒരു രാശി കർക്കിടക രാശിനെ. എല്ലാ രാശിക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും എന്താണ് കർക്കിടക രാശിക്ക് ഞാൻ അത്രയും ഒരു വില കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർക്കിടക രാശിയിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. ഈ ചന്ദ്രൻ്റെ ബലമുണ്ടല്ലോ, ചന്ദ്രൻ്റെ ആ കർക്കിടക രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. തീർച്ചയായിട്ടും ഈ കർക്കിടക രാശിയുടെ മനസ്സിനെ അത് വന്നിട്ട് വളരെ സപ്പോർട്ട് ചെയ്യും. ഈ മനസ്സ് കോൺഫിഡൻ്റ് ആയാൽ തന്നെ ഒരാളുടെ ജീവിതം ഏകദേശം ശരിയായിട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത് നമുക്ക് മനസ്സിലായ വൃശ്ചികത്തിൻ്റെ വിഷമങ്ങളും മകരത്തിൻ്റെ വിഷമങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിലെന്താ കാരണം? വൃശ്ചികത്തിലത് ചന്ദ്രൻ നീചത്തിലാണ്. അതുപോലെ പല വൈനാശിക നക്ഷത്രം മകരന് വരുമ്പോൾ ചിലപ്പം വൈനാശിക നക്ഷത്രങ്ങളുമായിട്ട് വൃശ്ചികം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് കണ്ട് തീർച്ചയായിട്ടും ഈ ചന്ദ്രൻ ഒരു ജാതകത്തിൻ്റെ മുഖ്യമായ ഒരു പ്രതിനിധിയാണ്. അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. കാരണം ലൗകിക സുഖങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം, മറ്റ് കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ആരോഗ്യം, ഇതെല്ലാം അതിന് ചന്ദ്രനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ലഗ്നം എന്ന് പറയുന്നത് ആത്മാവാണ്. അത് നമ്മുടെ നമുക്ക് ആൾറെഡി റിട്ടേൺഡ് ആണ്. അതെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ലഗ്നം. അപ്പോൾ ഈ ശരീരത്തിൻ്റെ സുഖം തീർച്ചയായിട്ടും നമുക്കൊരാളുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കർക്കിടക രാശിക്ക് അക്കാര്യത്തിൽ കുറച്ച് ഭാഗ്യം കിട്ടിയവരാണെന്ന് പറയാം. പക്ഷേ അവിടെ ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വീക്ഷണമോ, ശനി കർക്കിടകത്തിൽ വന്ന് നിൽക്കുകയോ, അല്ലെങ്കിൽ കർക്കിടക രാശിയുമായിട്ട് ഇപ്പോൾ പൂയ നക്ഷത്രം ശനിയാണല്ലോ, അതിൻ്റെ അധിപൻ ശനിയാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളിടത്ത് ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്ന വളരെ സ്പീഡ് കൂടിയ നല്ല ഒരു ഗ്രഹമാണ്. അത് വന്നിട്ട് അതേസമയം ശനി എന്ന് പറയുന്ന വളരെ സ്പീഡ് കുറഞ്ഞ ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ പലപ്പോഴും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. എസ്പെഷ്യലി വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക്, ഉള്ളിലല്ല വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് അത് നമുക്ക് മനസ്സിലാക്കാം. പൂയ നക്ഷത്രത്തെ പറ്റിയും ആയില്യം നക്ഷത്രത്തെ പറ്റിയൊക്കെ ഒരു ആവശ്യമില്ലാത്ത ടോക്സ്, നമ്മൾ ഈ ബനാന ടോക്സ് എന്നൊക്കെ പറയുന്ന പോലെ ആവശ്യമില്ല, അതൊരു ശരിയായിരിക്കില്ല. പക്ഷേ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പറന്ന് നടക്കും. അത് കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഇൻഡിഫറൻസാണ്. അതും ശനി കൂടുതലായിട്ട് അവിടെ യഥാർത്ഥത്തിൽ ആരൂഢത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരവരുടെ ജാതകത്തിൽ ആരൂഢത്തിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ആകും. കർക്കിടകത്തിനുമായിട്ട് ഒരു വീക്ഷണമോ അല്ലെ കർക്കിടകത്തിൽ വന്നിരിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി നമുക്ക് കർക്കിടകത്തിലേക്ക് ഗുരുവിൻ്റെ 2025 ഇത് സ്വഭാവം പറയുന്നതിന് മുമ്പ്, കഴിഞ്ഞ വീഡിയോയിൽ പല സുഹൃത്തുക്കളും ഫോണിൽ കൂടിയും കമൻസിൽ കൂടിയും വളരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുബേര നക്ഷത്രത്തെ പറ്റി. അതിനെപ്പറ്റി ഒന്ന് രണ്ട് വാക്ക് പൊതുവായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ അത് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളുടെ ജാതകത്തിൽ കുബേര നക്ഷത്രം ഒന്നും ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ കുബേര നക്ഷത്രം സ്പെസിഫിക്കായിട്ട് നമുക്ക് എടുക്കുമ്പം അതിന് പല കോണിക്കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞ പോലെ 2ാം ഭാവാധിപതിയുടെ നക്ഷത്രം, ചന്ദ്രൻ്റെ നക്ഷത്രം, ഇതൊക്കെ എടുത്ത് നമ്മളെ ആചാര്യന്മാർ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുബേര നക്ഷത്രത്തിലെത്താം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആ നക്ഷത്രം നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമായിട്ട്, അതായത് നമ്മുടെ നക്ഷത്രം ജന്മനക്ഷത്രവുമായിട്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതേ, 1ാമത്തെ നക്ഷത്രം അതായത് ജന്മധാരയിലോ, 2ാമത്തെ നക്ഷത്ര സമ്പദ്ധാരയിലോ, 3 വിപദ്ധാരയിലോ, 4 ക്ഷേമധാരയിലോ,
5 പൃഥ്വിതാരയിലോ, 6 വണങ്ങൽ നക്ഷത്രം, അതായത് നമ്മൾ ദൈവാനുകൂല നക്ഷത്രമാണോ അതോ, 7 വതൈതാരയോ, 8 മൈത്രധാരയോ, 9 പരമമൈത്രധാരയോ ആയിരിക്കും ഈ പറയുന്ന കുബേര നക്ഷത്രം. അപ്പോൾ നമ്മളത് നോക്കണം. നമുക്ക് അത് വതധാരയിലാണെന്ന് വെച്ചോ, 7ാമത്തെ നക്ഷത്രമോ അല്ലെങ്കിൽ 16ാമത്തെ നക്ഷത്രമോ അല്ലെങ്കിൽ 25ാമത്തെ നക്ഷത്രമാണെന്ന് വെച്ചോ, അപ്പം നമ്മളത് കുബേരധാരയാണെന്ന് പറഞ്ഞാൽ, കുബേര നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതൊന്ന്. രണ്ടാമത് നക്ഷത്രാധിപന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രഹബലം, ഗ്രഹത്തിൻ്റെ ബലം. നമ്മളിപ്പോൾ നക്ഷത്രാധിപൻ്റെ ബലം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഈ ഗ്രഹബലം നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹത്തിന് സ്ഥാനബലമുണ്ട്, ദിഗ്ബലമുണ്ട്, പക്ഷബലമുണ്ട്, കാലബലമുണ്ട്, നൈസർഗിക ബലമുണ്ട്. ഇങ്ങനെ 5 ബലങ്ങളാണ്. ഈ ഗ്രഹബലമെന്ന് ഞാൻ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഉച്ചം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുബലം, പിന്നെ സമക്ഷേത്രം, പിന്നെ നീചം. അതുപോലെ സ്ഥാനബലത്തിൽ നമ്മൾ നോക്കുക, പിന്നെ അതാണ് സ്ഥാനബലം. ഇനിയും ദിഗ്ബലത്തെ പറ്റി നോക്കുകയാണെങ്കിൽ കിഴക്ക് നിൽക്കുന്ന ഗ്രഹങ്ങൾ, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഉദാഹരണമായിട്ട് വടക്കാണല്ലോ ശുക്രൻ. അങ്ങനെ ഓരോ ഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള ദിഗ്ബലമുണ്ട്. പക്ഷബലം എന്ന് പറയുമ്പോൾ എന്താ, വെളുത്ത പക്ഷത്തിൽ ഇരിക്കുന്ന ശുഭന്മാർ സ്വാഭാവികമായിട്ടും നന്നായിരിക്കും, കറുത്ത പക്ഷത്ത് അശുഭന്മാർ സ്വാഭാവികമായിട്ടും ബലവാന്മാരായിരിക്കും. പിന്നെ നൈസർഗിക ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ ഇപ്പം ഒരു 3 നക്ഷത്രം ഉണ്ടെന്ന് വെച്ചോ, 3 പ്ലാനറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ, സൂര്യനും ചന്ദ്രനും ശുക്രനും ഒരേ രാശിയിൽ വന്ന് നിൽക്കുകയെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് നൈസർഗികമായിട്ട് ഏതാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസർഗിക ബലം അനുസരിച്ച് സൂര്യനാണ്. സൂര്യൻ, അത് കഴിഞ്ഞാൽ ചന്ദ്രൻ, അത് കഴിഞ്ഞാൽ ശുക്രൻ, അത് കഴിഞ്ഞാൽ ഗുരു, പുറകോട്ടാണ് പറഞ്ഞത്, അത് കഴിഞ്ഞാൽ ബുധൻ, അത് കഴിഞ്ഞാൽ ചൊവ്വ, അത് കഴിഞ്ഞാൽ ശനി. ഇതാ നൈസർഗിക ബലം. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കണം. പിന്നെ കാലബലം. നമ്മൾ ഈ കാലബലത്തിനെയാണ് ഇത്രയും പൊടി പിടിക്കുന്നത്. വളരെ 10% ഉള്ളൂ സുഹൃത്തുക്കളെ ഈ ഗോചരം എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും നമ്മൾ കാര്യമാക്കണ്ട. കാരണം നമ്മുടെ ഈ പിന്നെ ദശാബുദ്ധിയും നമ്മുടെ ആരൂഢവും ഒക്കെ കമ്പയർ ചെയ്ത ശേഷം ഈ 5 കോമ്പിനേഷനിൽ ഒരു കോമ്പിനേഷനായ കാലബലം ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഗോചരം എടുക്കുന്നുള്ളൂ. അത് വളരെ ചെറിയ ശതമാനമേ നമ്മുടെ ജാതകത്തിൽ എഫക്റ്റ് ആകുന്നുള്ളൂ. നമ്മൾ പക്ഷേ വളരെ അതിനെപ്പറ്റി പേടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിനെപ്പറ്റിയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. ഗുരു വരുന്നു, ശനി വരുന്നു, രാഹു വരുന്നു, എല്ലാവരും പറയുന്നുണ്ട്, ഞാനും പറയുന്നില്ലേ. അപ്പോൾ ഇത് എന്താ കാരണം? ഇത് വന്നിട്ട് സമൂഹത്തിൽ വളരെ അതിനാണ് ബലം കൊടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ അതങ്ങ് നല്ല സ്പ്രെഡായിട്ടുണ്ട്. പക്ഷെ ജാതകത്തിൻ്റെ സെറ്റപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കുബേര നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരാം. കുബേര നക്ഷത്രത്തിൻ്റെ അധിപൻ ആരാണെന്ന് നോക്കണം. ഏതെങ്കിലും നമുക്ക് ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കഷ്ടബലം കൂടുതൽ തരുന്ന ഒരു ഗ്രഹമാണ് കുബേരത്തിൻ്റെ അധിപനാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പണി കിട്ടും. അപ്പം നിങ്ങൾ കുബേര നക്ഷത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. അതിനർത്ഥം വന്നിട്ട് നിങ്ങൾക്ക് കുബേര നക്ഷത്രം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കരുത്. അതിന് നിങ്ങൾക്ക് നിറയെ നല്ല ജ്യോതിഷാചാര്യന്മാരിവിടെ ഉണ്ട്. ആരോടെങ്കിലും പോയിട്ട് നിങ്ങളുടെ ജാതകം കൊടുത്തിട്ട് നിങ്ങളുടെ കുബേര നക്ഷത്രം എന്താണ് എന്നും മനസ്സിലാക്കി അവരെ പല രീതിയിൽ ചെക്ക് ചെയ്യും. ചുമ്മാ ഒരു നക്ഷത്രം തന്നിട്ട് ഇതിന് കുബേര നക്ഷത്രം അങ്ങനെ പറ്റില്ല സുഹൃത്തുക്കളെ. കാരണം എന്താ വെച്ചാൽ ആരുടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഗ്രഹബലം മനസ്സിലാക്കണം. ഏറ്റവും ഫൈനലായിട്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് കുബേര നക്ഷത്രം. അല്ലാതെ ചുമ്മാ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് കുബേര നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മിനിമം അതും ഈവൻ സോഫ്റ്റ്വെയറിന് സപ്പോർട്ട് ഉണ്ടെങ്കിലും 1 മുതൽ 3 മണിക്കൂർ വരെ, ചിലപ്പോൾ ചില കേസിനൊക്കെ 2-3 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരും. ഇത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ടെങ്കിലത്തെ കാര്യം പറയുന്നത്. അത് നല്ല സോഫ്റ്റ്വെയർ, വേരിക് സോഫ്റ്റ്വെയറോ KP സോഫ്റ്റ്വെയറോ അങ്ങനെയൊക്കെയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് പേഴ്സണലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അല്ലാതെ നമ്മൾ കാണുന്ന ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിൽ നോക്കിയാൽ തന്നെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ടൈം എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അസ്ട്രോളജിസ്റ്റിനെ കണ്ട് കുബേര നക്ഷത്രം ചോദിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ആദ്യം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ കമൻസിൽ ദയവീകരിക്കുന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്നല്ലാണ്ട് എൻ്റെ ജന്മനക്ഷത്രം ഏതാണ്, ഇതാണ് എൻ്റെ കുബേര നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അത്. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാം. വാട്സപ്പിൽ നമ്പറുണ്ട്. അപ്പോൾ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കണം.
പ്ലീസ് നിങ്ങൾ വിളിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എനിക്ക് ചിലപ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നമുക്കതിനെപ്പറ്റി ഇത് ചെയ്യാം. ദയവ് ചെയ്ത് ഫോണിൽ ഡിസ്കഷൻ ചെയ്യാതിരിക്കുക. ഫോണിലുള്ള ഡിസ്കഷൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാക്കും. ഓക്കെ, പിന്നെ നമുക്കിപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഇപ്പോൾ ഇതുവരേക്കും പറഞ്ഞത് പൊതുവായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇനി നമുക്ക് ഗുരുവിൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള പ്രവേശനത്തിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. കർക്കിടകത്തിൻ്റെ 3 നക്ഷത്രങ്ങളാണ് പുണർദത്തിൻ്റെ 4ാമത്തെ പാദവും, പൂയത്തിൻ്റെ മുഴുരാശി 4 പാദങ്ങളും, ആയില്യത്തിൻ്റെ 4 പാദങ്ങളും, അങ്ങനെ 9 പാദങ്ങളാണ് കർക്കിടകത്തിലുള്ളത്. കർക്കിടകത്തിൽ നമുക്ക് പുണർദത്തിനെ എങ്ങനെ ഗുരു ഭഗവാൻ എഫക്റ്റ് ചെയ്യുന്ന പറയാം. ഇവിടെ നമുക്ക് എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനത്തിലും പുണർദമുണ്ട്, കർക്കിടകത്തിലും പുണർദമുണ്ട്. പക്ഷേ കർക്കിടകത്തിലെ പുണർദത്തിൻ്റെ 12ാം ഭാവത്തിലാണ് ഗുരു ഇരിക്കുന്നത്, മിഥുനത്തിലെ സ്വന്തം രാശിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ വ്യത്യാസം. ഇതെന്താ വ്യത്യാസമായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഥുനത്തിന് കാറ്റാണ്, അതിൻ്റെ പഞ്ചഭൂതം എന്താണെന്ന് നോക്കിയാൽ കാറ്റാണ്. പക്ഷേ കർക്കിടകത്തിന് ജലമാണ്. ഇവിടെ എന്താ സ്വഭാവ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകത്തിലെ പുണർദത്തിന് എപ്പോഴും വന്നിട്ട് എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ജലത്തിൻ്റെ സ്വഭാവമായിരിക്കും. അത് ഏത് കുപ്പിയിൽ വെച്ചാലും ഒരേമാതിരി ആ കുപ്പിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ആകും. ഇതാണ് ഈ പുണർദത്തിൻ്റെ ഈ 2 രാശിയിൽ നിൽക്കുന്ന പുണർദത്തിൻ്റെ ഏറ്റവും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വ്യത്യാസം വരും. പിന്നെ ഇതൊരു ചരരാശിയാണ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കുന്ന രാശിയല്ല, അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ചരൻ രാശിയുടെ അധിപൻ ബാധകാധിപതി എന്ന് പറഞ്ഞാൽ 11ാം ഭാവാധിപതിയാണ്. നമുക്കറിയാം കർക്കിടകത്തിൻ്റെ 11ാം ഭാവാധിപതി എന്ന് പറയുമ്പം എന്താണ്? ശുക്രനാണ്. കർക്കിടകത്തിന് ശുക്രൻ വന്നിട്ട് ബാധകാധിപതിയാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക, കർക്കിടകവും ശുക്രനും തമ്മിൽ കല്യാണ കാര്യത്തിനൊക്കെ വരുന്ന സമയത്ത് പണിയുണ്ടാക്കും. ഓക്കെ, അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ച് ശുക്രൻ്റെ നമ്മുടെ ജാതകത്തിൽ ശുക്രൻ്റെ അവസ്ഥ, 7ാം ഭാവത്തിൻ്റെ ബ്ലോക്ക്, 7ാം ഭാവാധിപതിയുടെ ബലം, ഇതെല്ലാം വിവാഹത്തിന് നമ്മൾ തീർച്ചയായിട്ടും കർക്കിടക രാശിയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പുണർദ നക്ഷത്രം ഗുരുവാണ്, ഗുരുവിൻ്റെ സ്വഭാവം കാണിക്കും. പിന്നെ മഞ്ഞ കളറാണ്, കർക്കിടകത്തിൻ്റെ കളർ വെള്ളയാണ്. പിന്നെ പുണർദ അത് വന്നിട്ട് ഗുരുവിൻ്റെ ആകുമ്പോൾ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പുണർദത്തിനെ സംബന്ധിച്ചോളം അതായത് കർക്കിടക പുണർദത്തിൽ 12ാം ഭാവത്തിൽ ഗുരു മറഞ്ഞിരുന്നാൽ കൂടെ തന്നെ അത് കർക്കിടക പുണർദത്തിനെ സംബന്ധിച്ചോളം മിഥുന പുണർദത്തിനെക്കാട്ടി പോസിറ്റീവായിട്ട് വർക്കാകുമെന്നാണ് എൻ്റെ വിചാരം. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ പൂയം നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ്, അത് നമുക്കറിയാം. പൂയം നക്ഷത്രം വന്നിട്ട് വളരെ ബലമുള്ള നക്ഷത്രമാണെന്ന് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം പൂയം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ടും നല്ല ഒരു മനോബലം ഉള്ളവരായിരിക്കും. അവരുടെ അൺലെസ് അവരെ വന്നിട്ട് ശുക്രനോ പിന്നെ ശനിയോ സർപ്പവോ വന്ന് ആ പൂയം നക്ഷത്രത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂയം നക്ഷത്രം നല്ല സെറ്റപ്പിലേക്ക് വരാൻ പറ്റും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കോമ്പിനേഷൻ പുനർഭൂ ദോഷം അങ്ങനെ കുറച്ച് ചെറിയ ദോഷങ്ങളും ഉണ്ട്. അത് നമ്മൾ അതിൻ്റേതായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് അതിന് പരിഹാരം കാണേണ്ടതാണ്. പിന്നെ അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആയില്യം നക്ഷത്രമാണ്, ബുധൻ്റെ നക്ഷത്രമാണ്. ബുധൻ പൊതുവേ അറിയാമല്ലോ, ബുധൻ നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല ചുറുചുറുക്കുള്ളതായിരിക്കും. പിന്നെ ബുധൻ്റെ സ്വഭാവം വന്നിട്ട് എന്താ പറയുക, ബുധനും അവിടെ ഗുരുവും കൂടെ ആണ് വരുന്നത്, ഗുരുവും ബുധനും വരും. അതുപോലെ തന്നെ പിന്നെ കർക്കിടകത്തിലെ പിന്നെ ചന്ദ്രൻ്റെ ആ വെള്ളക്കളറ്. അപ്പോൾ ഈ 3ൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ്റെ സ്വഭാവം, ആ 3ൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ക്യാരക്ടറായിരിക്കും. നല്ല നല്ല ഒരു ചുറുചുറുക്കും നല്ല ഒരു പിന്നെ നല്ല ചിലയിടങ്ങളിലൊക്കെ കൺഫ്യൂഷനും ആ ചന്ദ്രൻ്റെ ആ ഒരു സ്വഭാവം അതും എന്നാൽ കുറച്ച് നല്ല തത്വചിന്തയൊക്കെ പറയുന്നവരൊക്കെ ആയിരിക്കും ആയില്യം നക്ഷത്രക്കാർ. മനസ്സിലായില്ലേ? നമുക്കറിയാം ആയില്യം നക്ഷത്രക്കാർ അയലത്തുണ്ടെങ്കിൽ മുള വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ആയില്യക്കാരുടെ ദോഷം കൊണ്ടല്ലത്. ആയില്യക്കാർ വളരെ വളരെ എന്തായിരിക്കും, ഒരു CBI ഓഫീസർ മാതിരിയായിരിക്കും പൊതുവെ. അവരെ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ട്. അപ്പോൾ എന്താകും, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും.
അത് വന്നിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള പിന്നെ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഘട്ടം അത് വന്നിട്ട് മറ്റുള്ളവർ മനസ്സിലാകാതിരിക്കാനാണ് ഈ മുള വെച്ച് പിടിപ്പിക്കുന്നത്. മുളയാകുമ്പോൾ വളരെ ഡാർക്ക്, വളരെ തിക്കായിട്ടുള്ള ഒരു ബ്ലോക്കല്ലേ എന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ കണ്ണൊന്നും ചേരത്തില്ല. ഇതാണ് സത്യം. അല്ലാതെ സർപ്പത്തിൻ്റെ പിന്നെ അത് സായില്യത്തിൻ്റെ ആദിശേഷനാണ്, അതുകൊണ്ട് സർപ്പത്തിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവം അവിടെ ഉണ്ടാകും, അതൊന്നും അല്ല കാര്യം. കാരണം ഇതാണ്, ആചാര്യന്മാർ വളരെ ആലോചിച്ചാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ചുമ്മാ നമ്മൾ അതിൻ്റെ ഇടയിലുണ്ടാക്കിയ വിഡ്ഢിത്തരങ്ങളൊന്നും വിളമ്പാതിരുന്ന അത്രയും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ജ്യോതിഷം വളരെ ശാസ്ത്രീയമാണ്, വളരെ ആലോചിച്ച, വളരെ സയൻറ്റിഫിക്കുമാണ്. ഇടയിലുള്ള ചില ആവശ്യമില്ലാത്ത മിക്സപ്പാണ് ഇത്രയും പല തരത്തിലുള്ള എന്താ പറയുന്നത് ജ്യോതിഷത്തിനെ ചൂഷണം ചെയ്യപ്പെടാൻ കഴിഞ്ഞുള്ളത്. ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, വളരെ ചൂഷണവും ചെയ്യപ്പെടുന്നുണ്ട്, എനിക്കറിയാം. വളരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യമില്ലാതെ അതാണ് ഇതാണ് ആനയാണ് പൂനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു പരിപാടി ജ്യോതിഷത്തിൽ എങ്ങനെയോ വന്ന് കൂടിയിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ അതിനെപ്പറ്റി അല്ല പറയാൻ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മൂന്നിൻ്റെ ഓരോ ചെറിയ ഈ പുണർദ നക്ഷത്രത്തിന് എന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പുണർദം തന്നെ ഗുരുവാണ്. ഇവിടുത്തെ ഇത് നിൽക്കുന്നത് ജലരാശിയിലാണ്, അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രനെയും ഗുരുവിനെയും വെള്ളത്തിനെയും, ഇപ്പം നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മ ദേവി ദുർഗാദേവിയാണ് കേട്ടോ. പ്രത്യേകിച്ചും ചൊവ്വ അവിടെ വന്നിരിക്കുന്നത് പെൺരാശിയാണ്. അത് പെൺരാശി മാത്രമല്ല, പിന്നെ ചൊവ്വയുടെ പെൺരാശിത്വം എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയാണ്. അതുപോലെ ചന്ദ്രൻ്റെ കോമ്പിനേഷൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പം ദുർഗാദേവിക്ക് ഒരു നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പുണർദ നക്ഷത്രത്തിന് വളരെ പ്രയോജനപ്പെടും, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറും. അതുപോലെ പൂയം നക്ഷത്രത്തിന് ഇതേവിടെ നമുക്ക് എടുക്കേണ്ടതെന്നായിരിക്കുന്നത് ചന്ദ്രനെയും ശനിയെയും വേറെ ആരും എടുക്കണം. ഈ നമുക്ക് ജലത്തിൻ്റെ സ്വഭാവം എടുക്കാം, പിന്നെ ഗുരുവിനെ എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ചന്ദ്രനും ശനിയും കൂടെ ചേരുന്നത് ആരാന്നറിയോ? ഭദ്രകാളിയമ്മ. ചന്ദ്രനും ശനിയും കൂടെ ചേരുമ്പോൾ ഭദ്രകാളിയമ്മയാണത്, ദുർഗാദേവിയല്ല. അപ്പോൾ നമുക്ക് ഭദ്രകാളിയമ്മയ്ക്ക് ഇതേപോലൊരു നെയ്ദീപം കൊടുത്തു കഴിഞ്ഞാൽ പൂയ നക്ഷത്രത്തിന് പരിഹാരമായി. അതുപോലെ ആയില്യ നക്ഷത്രം ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, അല്ലെങ്കിൽ കൃഷ്ണനെന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ശിവശക്തി കോമ്പിനേഷനില്ലേ അങ്ങനെയും പറയാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഭഗവാൻ കൃഷ്ണന് നെയ്ദീപം കത്തിക്കുക. അപ്പോൾ അഥവാ ജലത്തിനെയും കൂടെ അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നെയ്യ് ജലത്തിന് സമമാണ്, കാരണം ജലം തന്നെയാണ് നെയ്യ്. അങ്ങനെയും നമുക്ക് എടുക്കാം. അല്ലാതെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അഭിഷേകം നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പൊതുവേ ഇതൊക്കെയാണ് ജനറലായിട്ടുള്ള പിന്നെ പരിഹാരങ്ങളെങ്കിലും നമ്മുടെ ജാതകത്തിലെ ഗണ്ഡാന്ത ദോഷങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ കാശി ജാതകമോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പരിഹാരങ്ങൾ നമുക്ക് നമ്മുടെ ഗോചരം അനുസരിച്ച് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു എഫക്റ്റീവായിട്ട് വർക്കാകും അത് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. താങ്ക് യു വെരി മച്ച്.